ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ കണയത്തെ ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൗൺസിലിൽ ബഹളം. നഗരസഭാ അധ്യക്ഷയും കൗൺസിലർ സിനി മനോജും തമ്മിലുള്ള തർക്കമാണ് ബഹളത്തിനിടയാക്കിയത്. ക്വാറിയുടെ പ്രവർത്തനം കാരണം വീടുകൾക്കുണ്ടായ പ്രശ്നം പരിശോധിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്ര ലഘുവായ പ്രശ്നമല്ലെന്ന് സിനി മനോജ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴുണ്ടായ പ്രശ്നമല്ലെന്ന് ചെയർപേഴ്സണും ചൂണ്ടിക്കാട്ടിയതോടെയാണ് തർക്കമായത്. ക്വാറിയുടെ പ്രവർത്തനാനുമതിക്കായി കൗൺസിലിൽ എത്തിയപ്പോൾ അന്നത്തെ കൗൺസിലിൽ തന്നെ എതിർത്തിരുന്നുവെന്ന് സിനി മനോജ് പറഞ്ഞു. ഉടൻ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടപ്പോൾ ഇത് കുക്കറിലിട്ടെടുക്കാൻ പറ്റില്ലെന്ന് അധ്യക്ഷ മറുപടി പറഞ്ഞതാണ് ബഹളത്തിനിടയാക്കിയത്. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ സംശയമില്ല. എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. കാരണം നിങ്ങളെ വാർഡിൽ എന്ന് തുടങ്ങിയ സാധനം അത് അന്നില്ലാത്ത ചൂടാണ് കൗൺസിലർക്ക് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഇത്ര സമയമായിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ അവിടെ പോയി മീറ്റിംഗ് കൂടി ആ കോറിയുടെ ഭാഗം പരിശോധിച്ചു, വീടുകൾ പരിശോധിച്ചു. ഈ നടപടികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല പെട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ. അപ്പൊ കൗൺസിലർ പറയണം കോറിയുടെ പ്രവർത്തനം എപ്പോ തുടങ്ങി എന്നുള്ളത് പറയണം. അപ്പൊ കൊല്ലം എത്രയായി ഇപ്പൊ അത്? അല്ല അപ്പൊ ദേവാലി അവിടെ പരിശോധിപ്പിക്കായിരുന്നില്ലേ? അല്ല ഇനിയിപ്പൊ എന്ത് നടപടി ആയാലും അതിന് അതിന്റേതായ കാലതാമസം എടുക്കും. അല്ലാണ്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ കുക്കറിലിട്ടിട്ടല്ലല്ലോ ചെയ്യണത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ കൗൺസിൽ ഇപ്പൊ ചെയ്യാണ്ടില്ല. ഇവിടെ എല്ലാവരുടെയും തീരുമാനം എടുത്തിട്ട് ചെയ്യാൻ കഴിയും. അതിനാണിത് കൗൺസിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കൗൺസിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ പിന്നെ കൗൺസിലേക്ക് കൊണ്ടുവരുന്ന കാര്യമില്ലല്ലോ. കൗൺസിലേക്ക് പിന്നെ എന്തിനാ ഇത് കൊടുത്തിരിക്കുന്നത്? ഇവരുടെ അഭിപ്രായം അറിയാനാണ് കൗൺസിലേക്ക് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഈ പെട്ടെന്ന് ഉഷാറ് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് 2 കൊല്ലമായില്ലോ. ഇപ്പൊ 2023 പറഞ്ഞ 23 ആയി, 24 ആയി, 25 കഴിഞ്ഞ് 26 ആയി. ഇപ്പൊ വർഷം എത്രയായി? അവര് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളവിടുത്തെ കൗൺസിലറാകുമ്പോ നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ? കോടതിയെ സമീപിക്കണമെന്നും നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. ക്വാറി വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് കോൺഗ്രസ് കൗൺസിലർ VK ശ്രീകൃഷ്ണനും K കൃഷ്ണകുമാറും ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ചെയ്യാനാവുന്നത് ചെയ്യാമെന്നും കോടതിയിൽ ഇടപെടുന്നതിന് നിയമോപദേശം തേടാമെന്നും അധ്യക്ഷ മറുപടി നൽകി. നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഏകസ്വരമാണെന്നും മറിച്ച് അഭിപ്രായമില്ലെന്നും ഉപാധ്യക്ഷൻ VK അനുരാജും പറഞ്ഞു. എന്തായാലും നമുക്ക് ഇത്തരത്തിൽ മൂവ് ചെയ്യുകയും നേരത്തെ സ്റ്റേ കിട്ടുമെന്ന് പറഞ്ഞത് സ്റ്റേ കിട്ടാനുള്ള സാധ്യതകൾ നേരത്തെ നമുക്ക് കലക്ടർക്ക് പോവാം. നമ്മൾ എത്രയും പെട്ടെന്ന് കലക്ടർക്ക് ഇന്നത്തെ കൗൺസിൽ തീരുമാനമായി നാളെ തന്നെ കലക്ടർക്ക് ഇത് കൊടുത്ത് ഈ കോവിഡ് നിർത്തലാക്കാൻ വേണ്ടി നഗരസഭ ഐക്യകണ്ഠേന തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങളെല്ലാം പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ വികാരം, അവരുടെ ഭീതി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വരാൻ പോകുന്ന ഒരു മുണ്ടക്കായും ഈ ഷൊർണൂർ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായിരിക്കും. അതായത് നഗരസഭയെ കൂടി കേട്ടിട്ടാണ് നമ്മൾ നഗരസഭ ഐക്യകണ്ഠേന അത് കഴിഞ്ഞ കൗൺസിലിൽ അനുമതി നിഷേധിച്ചിട്ട് അവർ കോടതിയിൽ പോയിട്ട് അനുമതി മേടിച്ചതാണ് പറയുന്നത്. നിലവിൽ എന്താ വെച്ചാൽ കൗൺസിൽ ഒന്നടങ്കം ആ കോറി അവിടെ സ്റ്റോപ്പ് ചെയ്യണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ. അതിൽ വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിലവിൽ നമ്മളിപ്പോ തന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇത്ര കണക്ക് ഉള്ള പ്രകാരം അവിടെ വ്യാസമൊക്കെ യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്താൽ അത് നിയമപ്രകാരം നിലനിൽക്കില്ല എന്നാണ് പറയണത്. അപ്പൊ അതിന് സാങ്കേതിക വിഭാഗത്തിലുള്ള ആളുകൾ പഠിച്ച് അതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് അനുകൂലമായിട്ടുള്ള വിധി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ മേടിക്കാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ പരിശോധിക്കുന്ന ഭാഗമായിട്ട് അവർ പറയുന്നത്. ഇവിടെ ഭരണപക്ഷിയോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ആ കോറിയുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്മാരൊപ്പം ആ ജനങ്ങളോടൊപ്പമാണ്. അതിലൊക്കെ അത് ഐക്യകണ്ഠേന ഇവിടെ ആ കോറിക്ക് അനുമതി നിഷേധിച്ചു. പക്ഷെ നമുക്ക് നിയമപ്രകാരം നമ്മുടെ ഒരു കൗൺസിലിന്റെ റിപ്പോർട്ട് എന്ന രീതിയിൽ ഏത് റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കഴിയാൻ കഴിയില്ല. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് പ്രകാരം ഈ ആക്ഷൻ കൗൺസിലിനോ അല്ലെങ്കിൽ
മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ കൗൺസിലർക്കോ ആർക്കോ വേണമെങ്കിൽ ആ റിപ്പോർട്ടിന്റെ പ്രകാരം കോടതി പോയാലേ അതിന് ഗുണം ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കമ്മിറ്റി അല്ലാതെ ഇങ്ങനെ നല്ലൊരു പരിശോധനയ്ക്ക് വലിയൊരു ടീം ഉണ്ടാക്കി അത് ഈ കൗൺസിൽ എങ്ങനെ അംഗീകരിച്ചിട്ട് എത്രയാണ് അവർക്ക് സമയം കൊടുക്കുന്നത് ഇത്ര സമയത്തിനുള്ളിൽ റിപ്പോർട്ട് മേടിച്ചിട്ട് ആ രീതിയിലാണ് കൊണ്ടുവരാൻ വരും. അപ്പോൾ നമുക്കിപ്പോൾ തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിക്ക് അവിടെ കൊടുത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ആ സാധനം നിർത്താൻ കഴിയില്ല. ഓൾറെഡി ഹൈക്കോടതി ഇത്രയോട് പോവുകയാണ്. ആ രീതിയിലാണ് നമുക്ക് കോടതിയിലും മറ്റു ഇതിനെ ഇടപെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ എങ്ങനെ വേണം എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ട് കൗൺസിൽ തീരുമാനിക്കുന്നു പറയുന്നത്. സർക്കാർ അനുമതിയില്ലാതെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഡയാലിസിസ് യൂണിറ്റിലെ താൽക്കാലിക ജീവനക്കാർക്ക് വേതനം നൽകിയത് ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടിയത് പരിഹരിക്കാൻ സർക്കാരിനെ സമീപിക്കും. പ്ലാൻ ഫണ്ട് ഉപയോഗിക്കാനുള്ള സർക്കാർ അനുമതിക്കായാണ് സർക്കാരിനെ സമീപിക്കുക. നഗരസഭയുടെ അഴുക്കുചാൽ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണം പൂർത്തിയാക്കാത്തത് പ്രശ്നമാണെന്ന് കൗൺസിലർ ചൂണ്ടിക്കാട്ടി. ഈ കരാറുകാരൻ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും പൂർത്തിയാക്കുന്നില്ലെന്ന് എഞ്ചിനീയറും പറഞ്ഞു. കരാറുകാരൻ എടുക്കുന്ന പ്രവൃത്തികളുടെ കാലാവധി കുറയ്ക്കാമെന്നും ആവർത്തിച്ചാൽ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നടപടിയെടുക്കാമെന്നും ചെയർപേഴ്സൺ മറുപടി നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.